ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അഞ്ജലിനെ കാത്തിരിക്കുന്ന അർജുനെ കാണിച്ചിട്ടായിരുന്നു നമ്മുടെ വെള്ളിയാഴ്ചത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. അർജുനാണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യ രാത്രിക്കുള്ള സ്കോപ്പൊക്കെ ഉണ്ട് എന്നൊരു പ്രതീക്ഷയിൽ അങ്ങനെ കിടന്ന് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. പക്ഷെ അഞ്ജലിക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നേ ഇല്ല. അഞ്ജലി അർജുൻ്റെ മുത്തശ്ശിയുടെയും അതുപോലെ തന്നെ രമ്യ ചെറിയമ്മയുടെ നിർബന്ധത്തിന് മാത്രമാണ് ആ സാരി രണ്ടും കൈവച്ച് വാങ്ങിച്ചു തന്നെ കുടിച്ച് റെഡിയായിട്ട് വരാൻ വേണ്ടി അഞ്ജലി പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അഞ്ജലിനെ കാണാൻ വേണ്ടിയിട്ടാണ് അർജുൻ ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതേ സമയത്ത് കാവ്യാണെന്നുണ്ടെങ്കിലോ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവിടെ ആപ്പിൾ മുറിച്ചുകൊണ്ടിരുന്ന കാവ്യ ആ കത്തി എടുത്തുകൊണ്ട് അഞ്ജലിനെയും അർജുനെയും ഒരുമിച്ചില്ലാതാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടി പോകുമ്പോഴേക്കും കുറുപ്പ് വേഗം തന്നെ അത് കാണുവാണ്. കാവ്യെ, നീ എവിടേക്ക് പോണത്? സേതു, ഇവൾക്ക് വീണ്ടും ഭ്രാന്തായോ? ഭ്രാന്തായി. എനിക്കല്ലെങ്കിൽ ഭ്രാന്താക്കിയത് നിങ്ങളെല്ലാരും കൂടിയാണല്ലോ. എനിക്കെങ്ങനെയാ ഭ്രാന്തായത്? എല്ലാരും കൂടി അവന് ആ അർജുന എന്നെ കെട്ടിച്ചു തരാന്ന് പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ വളർത്തി ഞാൻ ഈ സമയത്ത് അച്ഛനടുത്ത് എന്തെങ്കിലും ആഗ്രഹം പറയാറുണ്ടോ? ആകെ ഒരേ ഒരു ആഗ്രഹം മാത്രമല്ലേ പറഞ്ഞുള്ളൂ. അത് അവൻ ആ അർജുന വിവാഹം കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ആഗ്രഹം അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ? അച്ഛാ പറ അച്ഛാ, അച്ഛനോട് എന്തെങ്കിലും ആഗ്രഹം ഈ മകൾ കാവ്യ പറഞ്ഞിട്ടുണ്ടോ? മോളെ, അതിനിപ്പോ എന്ത് സംഭവിച്ചൂടി? നീ കാര്യം പറ. ഇനി എന്ത് സംഭവിക്കണോ വെച്ചാ? അവൻ ആ അർജുന്റെ വിവാഹം കഴിഞ്ഞില്ലേ? ആ അഡ്വക്കേറ്റ് അഞ്ജലിന അവൻ വിവാഹം കഴിച്ചില്ലേ? ഇടീ പൊട്ടത്തരമൊക്കെ നിന്നോട് ആരാ പറഞ്ഞത്? ഞാൻ അറിഞ്ഞു വെച്ചാ. അച്ഛൻ ഇനി നിന്ന് ഒന്നും ഒളിക്കാനൊന്നും നോക്കണ്ട. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ പോണത്. ആദ്യം അഞ്ജലി, പിന്നെ അർജുൻ, പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ പറ്റിച്ച ആ രാഘവനുണ്ണി അങ്കിളെ, അയാളും കൂടി കൂട്ടു നിന്നിട്ടായിരിക്കും എല്ലാം സംഭവിച്ചത്. മോളെ, നീ കേട്ടതൊന്നും അങ്ങനെയല്ല സത്യം. പിന്നെ എന്താ സത്യം? അവരുടെ വിവാഹം കഴിഞ്ഞത് എന്താ സത്യമല്ലെന്നാണ് അച്ഛൻ പറയാൻ പോണത്. അല്ല മോളെ, ഞാനത് നിന്നോട് പറയാത്ത നിനക്ക് വിഷമമാകുമെന്ന് കരുതിയിട്ടാ മോളെ. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നുവെച്ചിട്ട് രാഘവനുണ്ണി അതൊന്നും അറിഞ്ഞിട്ടല്ല മോളെ അകത്തേക്ക് കയറ്റിയത്. നിന്നെ പോലെയൊക്കെ ഈ ന്യൂസ് രാവിലെയാണ് അവരും ഈ കാര്യം അറിയണത്. അവരും ആകെ ഞെട്ടിപ്പോയി. അർജുൻ്റെ അഞ്ജലിയുടെ വിവാഹം കഴിഞ്ഞു നടപ്പോ അച്ഛൻ ഇത്ര മണ്ടനായി പോയോ? അച്ഛൻ അവരെല്ലാവരും കൂടി പറ്റിക്കുകയാണ് അച്ഛാ. അവരെല്ലാവരും കൂടി പറ്റിക്കുമായിരുന്നു വെച്ചാ. അവർക്കിതൊക്കെ നേരത്തെ അറിയായിരുന്നു. രണ്ട് കൈ നീട്ടിട്ടാ ആ രാഘവനുണ്ണി അങ്കിൾ രണ്ട് നവവധൂവരന്മാരെ അകത്തേക്ക് ആനയിച്ചത്. അത് അച്ഛൻ അറിയാവോ? മോളെ, ഇത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അതൊക്കെ രാഘവന്റെ പ്ലാനാ മോളെ. നീ ഒന്ന് അടങ്ങ്. നീ ഇപ്പൊ ഇവിടെ നിക്ക്. സേതു മോളെ വിളിച്ചോണ്ട് അകത്ത് പോ. മോളെ നീ വാ. ഇല്ല, ഞാൻ വരില്ല എന്ന് പറയുമ്പോ, എടി ഞാനല്ലേ പറഞ്ഞത്, നിന്റെ അച്ഛനല്ലേ പറഞ്ഞത്. നോക്ക്, നീ ഇപ്പൊ ഇവിടുന്ന് പടയിറങ്ങി പോവാണെങ്കിൽ പിന്നെ നീ നിന്റെ അച്ഛനെ ഒരിക്കലും കാണില്ല എന്ന് പറയാണ്. അതിൽ കാവ്യ വീണ് പോവാട്ടോ. കാവ്യ ആ കത്തി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. സേതു പറയണ്ട, ഈശ്വര, എൻ്റെ മോളുടെ ഈ വിഷമം കാണാനാണല്ലോ എൻ്റെ ഈ യോഗം. എപ്പോഴും എൻ്റെ മോള് വിഷമിക്കുന്ന എൻ്റെ മോളെ കണ്ടുകൊണ്ട് ജീവിതം അവസാനിക്കേണ്ടി വരുമോ ഭഗവാനെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുറിപ്പ് പറയണ്ട, ആരുടെയും ജീവിതം അവസാനിപ്പിക്കാൻ പോണില്ല. നമ്മൾ സുഖമായിട്ട് ജീവിക്കോട് സേതു. അവസാനിക്കാൻ പോണത് അവളുടെ ജീവിതം. ആ അഞ്ജലി, അഡ്വക്കേറ്റ് അഞ്ജലി, അവളെപ്പം വലത് കാല് വെച്ച് രാഘവനുടെ വീട്ടിൽ മരുമകളായിട്ട് കയറിയോ ആ നിമിഷം മുതൽ അവളുടെ ആയുസ് അടുത്തു തുടങ്ങി എന്ന് കുറിപ്പും പറയണം. ആ സമയം നമ്മുടെ അർജുൻ ഒരു സ്വപ്നമൊക്കെ കാണുവാട്ടോ. വേറൊന്നല്ല, അഞ്ജലി ഒരു ഗ്ലാസ് പാലായിട്ട് അർജുൻ്റെ അടുത്തേക്ക് വരുവാണ്. അർജുൻ അഞ്ജലിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അഞ്ജലി വിഷമത്തോടു കൂടി അർജുൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അർജുൻ അഞ്ജലിക്ക് വാക്കെടുക്കാണ്. എടോ, താനിങ്ങനെ വിഷമിക്കല്ലേ, താനെന്നെ വിശ്വസിക്കേ. ഞാൻ തന്നെ ഒരിക്കലും കൈവിടില്ലടോ. ഞാൻ തന്നോട് കണ്ട സ്നേഹം ആത്മാർത്ഥ സ്നേഹമാണ്. തന്നോട് ഒരു നുണ പറഞ്ഞു, അത് തൻ്റെ സ്നേഹം എനിക്ക് കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു പോയതാടോ. താൻ എന്നോട് ക്ഷമിക്കുക. ഇനി ജീവിതകാലത്ത് ഒരിക്കലും ഞാൻ തന്നോട് നോട് പറയില്ലടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജലിയുടെ കയ്യിലടിച്ചിട്ട് സത്യം ചെയ്യുന്ന ഒരു സ്വപ്നം. അതൊരു സ്വപ്നം മാത്രമാണ്. അതായത് നമ്മൾ പ്രൊമോയില് ആദ്യം കാണിച്ച ഭാഗം ഉണ്ടല്ലോ, അഞ്ജലിയും അർജുനും കൂടി ആദ്യ രാത്രി ഇങ്ങനെ ഇരിക്കുന്ന ഭാഗം, അത് വെറും ഒരു സ്വപ്നം മാത്രാട്ടോ. ശരിക്കും പറഞ്ഞാൽ അഞ്ജലി അവിടേക്ക് വരുന്നേ ഉള്ളൂ. അർജുൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കാണ്. നോക്കുമ്പോ അത് സ്വപ്നമായിരുന്നു. അഞ്ജലി ഇതുവരെ എത്തിയില്ലേ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അഞ്ജലി വാതിക്കൽ ഇങ്ങനെ നിൽക്കാണ്. അർജുന ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട്, താനെന്താടാ അവിടെ നിൽക്കുന്നത്? വാ, കേറി വാ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി ദേഷ്യത്തിൽ കയറി വന്ന് വാതിലടക്കാണ്. എന്നിട്ട് അർജുനോട് പറയണ്ടേ, എനിക്ക് രണ്ട് വർത്താനം പറയാനുണ്ട് അർജുനോട്.
അർജുന്റെ വീട്ടുകാരുടെ ഉദ്ദേശം എന്താണ്? ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആദ്യരാത്രിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അർജുൻ പറഞ്ഞിട്ടോ, പ്രശ്നങ്ങൾ, ഒരു കുടുംബം പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. പ്രത്യേകിച്ച് തൻ്റെയും എൻ്റെയും കാര്യത്തിൽ താനും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാവുന്നതാണല്ലോ. പിന്നെ അച്ഛൻ താൻ വന്നു കയറിയ സമയത്ത് നുണ പറഞ്ഞതാണ്. ഞാനും അച്ഛനും കൂടി നിന്നിട്ടാണ് മതി മതി അത് കേൾക്കണ്ടെന്ന് ഞാൻ അർജുനോട് 100 വട്ടം പറഞ്ഞു. എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നോക്ക്, എപ്പോ എൻ്റെ വീട്ടുകാരെ നമ്മുടെ 2 പേരുടെ വിവാഹ ബന്ധം ആക്സെപ്റ്റ് ചെയ്യുന്നോ, 2 പേരെ കൈ നീട്ടി എൻ്റെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ തയ്യാറാകുന്നോ, അന്ന് മാത്രമേ നമ്മൾ തമ്മിലുള്ള കുടുംബജീവിതം തുടങ്ങൂ എന്ന് പറയാണ്. ഇത് കേൾക്കുന്ന അർജുനാകെ ഷോക്കായി പോവാട്ടോ. അത് മാത്രല്ല, അഞ്ജലി പറയണ്ട്, അർജുന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല, അർജുൻ കള്ളനാണ്. രാഘവനുണ്ടി അർജുനും കൂടി ചേർന്ന് നടത്തിയ ഡ്രാമയാണിത്. കുറെയൊക്കെ അർജുൻ കേട്ടിരിക്കും. പിന്നീട് അർജുൻ പൊട്ടിത്തെറിക്കുകയാണ്. നിർത്ത്, മതി, കുറെ നേരമായല്ലോ താൻ പറയുന്നത് ഡ്രാമ, കാര്യങ്ങൾ, നാടകം. നോക്ക്, ഞാൻ തന്നോട് പറഞ്ഞു തന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് തന്നെ കള്ളം പറഞ്ഞെന്ന്. ഇനി ആ കള്ളം ആവർത്തിക്കില്ലെന്നും ഞാൻ പറഞ്ഞു. എന്നിട്ട് താൻ എന്നെ എൻ്റെ വീട്ടുകാരും കുറ്റപ്പെടുത്താണെന്നുണ്ടെങ്കിൽ അഞ്ജലി, എനിക്കിനി തന്നോട് ഒന്നും പറയാനില്ല. താൻ കാര്യപ്രാപ്തിയുള്ളതും താൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിച്ചാണ് ഞാൻ ക്ഷമയോടുകൂടി ഇത്ര നേരം കാത്തിരുന്നത്. ഇനി മതി. ശരി, അഞ്ജലി എപ്പം എന്നെ വിശ്വസിക്കുന്നു അന്നേ ഞാൻ ഈ റൂമിൽ കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് അർജുനും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവാട്ടോ. കയ്യില് തലയണയും പുതപ്പൊക്കെ ആയിട്ട് അപ്പറേ പുറത്തു പോയി കിടക്കാണ് നമ്മുടെ അർജുൻ. അഞ്ജലി മാത്രമേ ആ റൂമിലുള്ളൂ. അങ്ങനെ അവരുടെ ആദ്യ രാത്രി അങ്ങനെ അങ്ങോട്ട് കടന്നു പോവാണ്. പിറ്റേ ദിവസം ആവാണ്. രാവിലെ തന്നെ അഞ്ജലി ഒരു ഗ്ലാസ് ചായ രാഘവനുണ്ണിക്ക് കൊടുക്കാൻ വേണ്ടി വരാന്തയിലേക്ക് പോവാണ്. അഞ്ജലി ഉണ്ടാക്കിയ ചായയാണെന്ന് അറിയുമ്പോൾ രാഘവനുണ്ണിയൊക്കെ അതിന് ഉപ്പുണ്ട്, മധുരമില്ല, പുളിപ്പാണ്, അങ്ങനെ പല കാരണം പാല് പിരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാല് മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞതിന് ശേഷം ഇതാണോ പാല്, ഇതാണോ ചായ, ഇതാണോ നിന്റെ വീട്ടുകാരുണ്ടാക്കാൻ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുക കേട്ടോ. അത് കേൾക്കുന്ന അഞ്ജലി പറയണ്ട്, ഇത് ഞാൻ ഉണ്ടാക്കിയ ചായയല്ല, ഞാൻ എടുത്തുകൊണ്ട് വന്നത് മാത്രമേ ഉള്ളൂ, ഇത് നിങ്ങളുടെ പ്രിയ പത്നി നന്ദിനി ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോഴേക്കും രാഘവനുണ്ണി ചമ്മി നാണം കെട്ടു പോവാട്ടോ. അവിടെ നിന്ന് തുടങ്ങാണ് രാഘവനുണ്ണിയുടെയും അഞ്ജലിയുടെ യുദ്ധം. അതായത് നമ്മുടെ ശംഖുചക്രത്തിൽ നടക്കാൻ പോകുന്ന ഈ നേർക്ക് നേർ പോരാട്ടം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയും അർജുനും കൂടി രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ആരോ വന്നവരെ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് അനുപമയാവാം, രാഘവനുണ്ണിയാവാം, അല്ല അഭിയാകാം. ഇവര് 3 പേരിൽ ആര് വേണമെങ്കിലാകാം. ഇനി കാവ്യോ കാർത്തിക്കോ ആകാം. എന്തായാലും ആ കൊല്ലാൻ വന്ന ആള് കറക്റ്റായിട്ട് അർജുന്റെ കയ്യിൽ തന്നെ പിടിക്കപ്പെടുന്നുണ്ട്. അർജുൻ കയ്യോടെ പിടിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അഞ്ജലിയുടെ മരണം സംഭവിച്ചിട്ട് അയാൾ അവിടെ നിന്ന് പോവുള്ളായിരുന്നു. എന്തായാലും അത് ആരാന്നുള്ളത് നമുക്ക് നാളത്തെ മറ്റന്നാളത്തെ എപ്പിസോഡിൽ മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കുള്ളൂ. പിന്നീട് അഭി വരുന്ന ഭാഗം അത് പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. എന്തായാലും അതും നാളെ തന്നെ സംഭവിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.